അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനം ഉണ്ടാക്കിയത്ര കോലാഹലം സമീപകാലത്ത് വേറെ ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് ദാരിദ്ര്യം മാറിയോ? മറ്റു ദരിദ്രരെ സർക്കാർ കാണുന്നില്ലേ? ഈ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്താണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. ഈ ചോദ്യങ്ങൾ സത്യത്തിൽ ഉയരേണ്ടത് ഇപ്പോഴായിരുന്നില്ല, 2021-22 കാലത്തായിരുന്നു. അപ്പോഴാണ് കേരളത്തിൽ അതിദരിദ്രരെ കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചത്. എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ കുടുംബങ്ങളെ കണ്ടെത്തിയ അക്കാലത്ത് ഈ വിവാദം വന്നിരുന്നെങ്കിൽ ഗുണപരമായ മാറ്റം ഉണ്ടാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന കുടുംബങ്ങളെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കാനും കഴിയുമായിരുന്നു. കേരളത്തിൽ പ്രതിപക്ഷം ഇല്ലാത്ത പഞ്ചായത്തുകളും നഗരസഭകളും അത്യപൂർവമാണ് എന്ന് തന്നെ പറയാം. ആ സഭകളിൽ പ്രതിപക്ഷം ഇടപെട്ടിരുന്നെങ്കിൽ വിപുലമായ പട്ടിക ഉണ്ടാകുമായിരുന്നു. ഗ്രാമസഭകളിൽ എതിർപ്പ് അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകുമായിരുന്നുമില്ല. 64,006 വീടുകൾ, അതിലെ 1,03,099 ആളുകൾക്ക് സഹായം. ഇതുകൊണ്ട് 3.5 കോടി ജനത വരുന്ന കേരളത്തിലെ അതിദാരിദ്ര്യം നീങ്ങിയോ എന്നാണ് ഇപ്പോഴുയർത്തുന്ന ചോദ്യം. സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. അതിദാരിദ്ര്യവും തീരാത്ത വിവാദങ്ങളും. 1989-90 കാലത്ത് കേരളത്തിൽ വലിയൊരു പ്രവർത്തനം നടന്നു. അതിന്റെ പേരായിരുന്നു സാക്ഷരതാ യജ്ഞം. അക്ഷരമറിയാത്ത ആരും ഉണ്ടാകരുതെന്ന ലക്ഷ്യവുമായി നടന്ന യജ്ഞം. നിരവധി ഘട്ടങ്ങൾ നീണ്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം EK നയനാർ സർക്കാർ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അന്നുയർന്ന പ്രധാന വിമർശനവും ഇതുപോലെയായിരുന്നു. അക്ഷരം അറിയാത്ത ആയിരങ്ങളെ ഇനിയും കാണിച്ചു തരാം, അതുകൊണ്ട് സാക്ഷരതാ യജ്ഞം ശുദ്ധ തട്ടിപ്പാണ് എന്ന വാദമാണ് ഉണ്ടായത്. സാക്ഷരതാ ക്ലാസ്സിലിരുന്നിട്ടും അക്ഷരം പൂർണ്ണമായും പഠിച്ചെടുക്കാൻ കഴിയാത്ത നിരവധി പേർ ഉണ്ടായിരുന്നു. 95% മേൽ സാക്ഷരത എത്തിയാൽ 100% എന്ന് കണക്കാക്കുന്നതായിരുന്നു ആഗോള രീതി. ആ മാർഗത്തിലാണ് കേരളം ആദ്യത്തെ സാക്ഷരതാ സംസ്ഥാനമായത്. അതിദാരിദ്ര്യത്തെക്കുറിച്ചുള്ള തർക്കത്തിലും ഇങ്ങനെ ഒരു വാദമാണോ ഉള്ളത്? ശരിക്കും അതിദാരിദ്ര്യം കേരളത്തിൽ നിന്ന് നീങ്ങിയിട്ടുണ്ടോ? അതിദാരിദ്ര്യം എന്ന വാക്കിനെ നിർവചിക്കുന്നതിൽ നിന്ന് തന്നെയാണ് അതിന്റെ വിവാദവും ആരംഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മാനദണ്ഡം അനുസരിച്ച് ഒരു ഗതിയുമില്ലാത്തവരാണ് അതിദരിദ്രർ. അതിങ്ങനെയാണ്: 1. താമസിക്കാൻ വീടില്ല, മറ്റു പദ്ധതികളിലൂടെ ഒന്നും വീടിന് അർഹതയുമില്ല. 2. സ്വന്തമായി സ്ഥലമില്ല, സ്ഥലമുണ്ടെങ്കിൽ തന്നെ അതിൽ വീട് പണിയാൻ നിവൃത്തിയില്ല. 3. സ്വന്തമായി ജോലിയില്ല, ജോലി കിട്ടിയാൽ തന്നെ അത് ചെയ്യാനുള്ള ആരോഗ്യമില്ല. 4. ഒരു തരത്തിലും വരുമാനമില്ല, ഇനി വരുമാനം ഉണ്ടായാൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ ശേഷിയില്ല. ഈ 4 മാനദണ്ഡങ്ങളാണ് പൊതുവായി ഉപയോഗിക്കുന്നത്. അതിദരിദ്രരായി തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്കെങ്കിലും വരുമാനം ഏറ്റവും താഴ്ന്നവർക്കുള്ള റേഷൻ കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് പോലും പുറത്തായവർ എന്ന് പറയാം. സമൂഹത്തിൽ നിന്നും ഒരു സഹായവും ചോദിച്ചു വാങ്ങാൻ കെൽപ്പില്ലാതെ പുറന്തള്ളപ്പെട്ടവരെയാണ് അതിദരിദ്രരായി കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. ആദ്യത്തെ സർവേയിലൂടെ 1,18,309 കുടുംബങ്ങളെ കണ്ടെത്തി എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവകാശപ്പെട്ടത്. അവയിൽ തദ്ദേശ തലത്തിൽ നടത്തിയ പരിശോധനകൾക്ക് ശേഷം 87,158 കുടുംബങ്ങളെ തെരഞ്ഞെടുത്തു. വീണ്ടും പരിശോധന നടത്തിയതോടെ ഈ എണ്ണം 73,747 ആയി ചുരുങ്ങി. ഗ്രാമസഭകൾ നടത്തിയ പരിശോധനയിൽ അർഹതയില്ലാത്തവരെ ഒഴിവാക്കിയപ്പോൾ 64,006 കുടുംബങ്ങളായി എണ്ണം കുറഞ്ഞു. ഇതിൽ റേഷൻ കാർഡ് ഇല്ലാത്ത 2,553 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. 3,153 പേർക്ക് ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല. 887 പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു തൊഴിലും ഇല്ലാതിരുന്നിട്ടും ദരിദ്രരായ 1,174 പേർക്ക് തൊഴിലുറപ്പ് കാർഡ് പോലും ലഭിച്ചിരുന്നില്ല. അതായത് ഇവിടെ നടപ്പാക്കിയിരുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ഒന്നിന്റെയും പരിധിയിൽ വരാത്തവരായിരുന്നു ഇത്രയും പേർ. ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതിന് പോലും ഒരു രേഖയും ഇല്ലാത്തവർ. ഇവിടെയാണ് ഇനി ആദ്യത്തെ വാദം ആരംഭിക്കേണ്ടത്. കേരളത്തിൽ റേഷൻ കാർഡില്ലാത്ത ദരിദ്ര കുടുംബങ്ങൾ ഇനി ബാക്കിയുണ്ടോ? ഒരു സാമൂഹിക സുരക്ഷാ പെൻഷനും കിട്ടാത്ത, മറ്റൊരു വരുമാനവുമില്ലാത്തവർ ബാക്കിയുണ്ടോ? ആധാർ കാർഡ് പോലും എടുത്തിട്ടില്ലാത്ത ദരിദ്രർ ശേഷിക്കുന്നുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും പ്രവേശനം കിട്ടാത്തവരുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ശേഷിക്കുന്നുണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന വാദം തട്ടിപ്പാണെന്ന് പറയാം. അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ ഇവർക്കൊക്കെ റേഷൻ കാർഡുകളും തൊഴിലുറപ്പ് കാർഡുകളും ആധാർ കാർഡുകളും നൽകുകയാണ് ചെയ്തത്. അതോടൊപ്പം 11,340 കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകി. വലിയ വീടുണ്ടായിട്ട് പോലും അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടായിരുന്നു എന്നാണ് അതിദാരിദ്ര്യ സർവേയിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ വിശദീകരണങ്ങൾക്കൊക്കെ പുറത്തായിരുന്നു പദ്ധതിയെക്കുറിച്ച് വിവിധ മേഖലകളിൽ ഉള്ളവർ ഉയർത്തിയ ചോദ്യങ്ങൾ.
മഞ്ഞക്കാടുള്ള 5.92 ലക്ഷം കുടുംബങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെ 64,006 കുടുംബങ്ങളെ രക്ഷിച്ച് അതിദാരിദ്ര്യം ഇല്ലാതാക്കും എന്നാണ് വിവിധ മേഖലകളിൽ ഉള്ളവർ ഉയർത്തിയ ഒരു ചോദ്യം. അവർക്ക് സൗജന്യ അരിയും ഗോതമ്പും നൽകുന്നതല്ലേ? അവരും പട്ടികയിൽ വരാത്തതെന്ത് എന്നായിരുന്നു ചോദ്യം. സൗജന്യ അരി പോലും ലഭ്യമല്ലാതിരുന്ന കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത് എന്നാണ് അതിന് സർക്കാർ നൽകുന്ന മറുപടി. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതിലൂടെ അന്ത്യോദയ അന്നയോജന പദ്ധതിയിലുള്ളവർക്ക് സഹായം ലഭിക്കാതെ പോകില്ല എന്നാണ് സർക്കാർ പറയുന്നത്. 2011 സെൻസസ് അനുസരിച്ച് 1.16 ലക്ഷം ആദിവാസികൾ അതിദരിദ്രരാണ്. എന്നാൽ പുതിയ പട്ടികയിൽ 6,400 ആദിവാസി കുടുംബങ്ങൾ മാത്രമാണുള്ളത്. ശേഷിക്കുന്നവരുടെ അതിദാരിദ്ര്യം എങ്ങനെ മറികടന്നു എന്നാണ് ചോദ്യം. എല്ലാ ആദിവാസി കുടുംബങ്ങൾക്കും മറ്റു പദ്ധതികളിലൂടെ സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ ഒരു സഹായവും ലഭിക്കാത്തവരെയാണ് അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നും വിശദീകരിക്കുന്നു. ഈ വിശദീകരണത്തിൽ ഇനിയും തർക്കങ്ങൾ ബാക്കിയാകാം. ഒരു ഗതിയുമില്ലാത്ത ആദിവാസികളെ ഇനിയും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സർക്കാർ സഹായം കിട്ടാതെ പോകുന്നുണ്ടോ എന്നാണ് അറിയാനുള്ളത്. അട്ടപ്പാടിയിലെ മധുവിനെ പോലെ ഒരാളെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തുകയും പുനരധിവാസം ഉറപ്പാക്കുകയും വേണം. അതിദാരിദ്ര്യം എന്നത് ഒരു തോതുകൊണ്ടും അളക്കാൻ കഴിയുന്നതല്ല. ഏതൊക്കെ മാനദണ്ഡം വെച്ച് അളന്നാലും അതിൽ പെടാത്ത അനേകർ പുറത്തു പോകും. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആത്മഹത്യകൾ ആവർത്തിക്കുന്നത്. ഒരു നേരത്തെ ആഹാരം കിട്ടാത്തവർ പോലും നമുക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവാണ് അതിദരിദ്രരുടെ പട്ടിക കൊണ്ടുവന്നത്. ബീഹാറിലും ഉത്തർപ്രദേശിലും ബംഗാൾ അതിർത്തിയിലും ഒക്കെ ഉള്ളതുപോലെ ഗതിയില്ലാത്തവർ നമുക്കിടയിലും ഉണ്ട് എന്ന് കാണിച്ചു തന്നത് ഈ സർവേയാണ്. ഒരു തവണ തുടച്ചു നീക്കിയാൽ പൂർണ്ണമായും മാറുന്നതല്ല അതിദാരിദ്ര്യം. ഒരു തവണ സഹായം നൽകിയാൽ തന്നെ ഇല്ലാതാകുന്നതല്ല കഷ്ടപ്പാടുകളും. ഇവർക്കൊക്കെ സഹായം ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കണം. അതോടൊപ്പം പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന അതിദരിദ്രരെ കൂടി ഇതിന്റെ തുടർ പദ്ധതികളുടെ ഭാഗമാക്കണം. പോവർട്ടി വാസ് ദ ഗ്രേറ്റസ്റ്റ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇൻ മൈ ലൈഫ് എന്നൊക്കെ മഹാന്മാരായവർക്ക് പഞ്ചിന് പറയാം. പട്ടിണി കൊണ്ട് ഒരു മോട്ടിവേഷനും കിട്ടാത്ത ലക്ഷങ്ങൾ ഈ ലോകത്തുണ്ട്. അവർ ഓരോ ദിവസവും നിരാശയിലേക്കാണ് ആഴ്ന്നു പോകുന്നതും. കുറഞ്ഞ നിരക്കിലാണെങ്കിലും അവർ ഇപ്പോഴും കേരളത്തിലുമുണ്ട്. അവരെ കൂടി കൈപിടിച്ചു കൊണ്ടുവരണം. ചാരിറ്റി ഡസ് നോട്ട് സോൾവ് പോവർട്ടി എന്നുള്ള തത്വശാസ്ത്രമൊക്കെ മുതലാളിത്തത്തിന്റെ സംഭാവനയാണ്. സഹായം കൊടുത്തതുകൊണ്ട് ദാരിദ്ര്യം മാറില്ല, അവർ പണിയെടുത്ത് രക്ഷപ്പെടട്ടെ എന്നൊക്കെ പറയുന്നത് കയ്യിലെ കാശിറക്കാൻ മടിയുള്ളവരാണ്. സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിന് ഇനിയും ഉത്തരവാദിത്തമുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു തുടർച്ച ഉണ്ടാവുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇനിയും ഗതിയില്ലാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. സ്പോട്ട്ലൈറ്റ് നാളെ ഇതേ സമയം മറ്റൊരു വിഷയവുമായി. നമസ്കാരം.